ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതൊരു തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് രാവിലെ വീട്ടിൽ നിന്ന് ഒരു 5:30 പുറപ്പെട്ടതാട്ടോ. തൃശ്ശൂരിലേക്ക് പോവുകയാണേ. അപ്പോൾ അവിടെ ചെറിയൊരു ആവശ്യമൊക്കെ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരുപാട് ദൂരം എത്തിയിട്ടോ. അപ്പോൾ ഇവിടെ നല്ല ടോൾ പിരിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ബൈക്കിനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടി പോയി. പിന്നെ ഇവിടെ ബാത്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ പിന്നെയും ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഒരുപാട് തൃശ്ശൂരൊക്കെ എത്താനാണ്. അവിടെ എത്തിയപ്പോൾ നമ്മളവിടെ ഒരു വിഷ്ണുമായേൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. ഇവിടെ സിനേട്ടൻ ആദ്യമൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് തൃശ്ശൂരുള്ള സമയത്തൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്ന് പോയി തൊഴാന്നൊക്കെ വിചാരിച്ച് കയറിയതാട്ടോ. ഇവിടെയൊക്കെ ഒന്ന് കയറിയിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചപ്പോൾ അത് വാടാനപ്പള്ളി വഴിയാണ് വന്നത്. ആ വഴി വന്നാൽ കുറച്ച് എളുപ്പമാണ്. ഓവറായിട്ട് വലിയ എന്താ പറയുക ബ്ലോക്കൊന്നും ഇല്ല, അങ്ങനെയൊക്കെയുള്ള റോഡാണ്. പക്ഷേ ബ്ലോക്ക് എന്ന് പറയുന്നത് പാലൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ് ആകെ പെട്ടൊരവസ്ഥയിലുമായിട്ടോ അതിലേ പോന്നപ്പം. അപ്പോൾ ഈ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴുതു പോകാൻ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കയറി ഒന്ന് പോകാൻ വിചാരിച്ചു. ഇത് സ്ഥിരം വന്നുകൊണ്ടിരുന്നൊരു വിഷ്ണുമായേൻ്റെ അമ്പലം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ വിഷ്ണുമായേൻ്റെ മൂലസ്ഥാനം എന്നൊക്കെയാണ് സിനേട്ടൻ പറയുന്നത്. അവർക്ക് അതിനെക്കുറിച്ചൊക്കെ നല്ല അറിയാമല്ലോ, നമുക്ക് പിന്നെ അറിയില്ല. നമ്മൾ ഈ കോഴിക്കോട് വിട്ടിട്ടുള്ള വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇവിടുത്തെ കോവിലകവും കാര്യങ്ങളും ഒക്കെ കേട്ടോ. അതൊക്കെ കാണിച്ചു തന്ന് എന്താ പറയുക, കണ്ടപ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണാം. പക്ഷെ നന്ദുമോളും അമ്മയൊക്കെ ഒരു പ്രാവശ്യം ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ അമ്പലത്തിലേക്ക് പോകണ ഒരു ടൂറൊക്കെ ഉണ്ടാകുമ്പം അമ്മയും നന്ദുമോളും ഇവിടെയൊക്കെ പോയിന്, ഞാനന്ന് പോയിട്ടില്ല. അങ്ങനെ തൊഴുത് ഇങ്ങനെ വണ്ടീൻ്റെ അടുത്തേക്ക് വരികയായിട്ട് ഒരുപാട് ദൂരം അങ്ങോട്ട് ഉള്ളിലോട്ട് പോകണം. പക്ഷേ എന്തോരം ജനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ അറിയോ. കണ്ടപ്പം വല്ലാത്തൊരു വൈബ് കിട്ടോ. നല്ല അടിപൊളി സ്ഥലം. ഇനിയും പറ്റിയെങ്കിൽ ഒരിക്കൽ കൂടി അവിടെ പോകണം എന്നുണ്ട് മക്കളെയൊക്കെ കൊണ്ട്. അപ്പോൾ സിനേട്ടൻ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം ഇവിടെ വരണം, തൃശ്ശൂരിൽ വന്നൊരു ദിവസം നിൽക്കുമ്പോൾ ഒരു ഓട്ടോ ഒക്കെ വിളിച്ച് വന്നാൽ മതി ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി ഒരു 2 സർപ്രൈസും കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞത് അതെന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞു തരില്ല കേട്ടോ. അങ്ങനെ ഒന്നുകൂടി മുന്നോട്ടേക്ക് പോയപ്പം വീണ്ടും ഒരു വിഷ്ണുമായേൻ്റെ അമ്പലത്തിലേക്കാട്ടോ. ഇവിടെ കണ്ട് ഞാൻ ആകെ അമ്പരന്ന് പറഞ്ഞാൽ ആകെ അമ്പരന്ന് കേട്ടോ. ഇത് ഞാൻ സത്യം പറയാൻ ആദ്യമായിട്ട് കാണുകയാണ്. ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അമ്പരപ്പന്നെയല്ലേ. അപ്പോൾ നല്ല രസമായിട്ടാണ് കാണാനായിട്ട്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലും കയറി തൊഴുതിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും വീട്ടിലേക്ക് പോകുമ്പോൾ അമ്മ പറഞ്ഞു ഡോക്ടർ വരാൻ 11 മണിയൊക്കെ ആവും, ഞാൻ അപ്പോഴേക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഒരു സമയം കണക്കാക്കിയിട്ട് പോകാൻ വിചാരിച്ചു. പിന്നെ ഗരുഡനും എന്തൊക്കെയോ സംഭവങ്ങൾ, എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കാനൊന്നും അറിയില്ല കേട്ടോ. അപ്പം സിനേട്ടൻ എന്നെ കാത്തു നിൽക്കുക, ഞാൻ ഇങ്ങനെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ പൊരിവെയിലത്തൊന്ന് വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുക, അഥവാ അമ്പലത്തിൽ തൊഴുതിട്ട് നമുക്ക് ഇറങ്ങാമെന്ന്. അപ്പോൾ നമ്മളെ വിഷ്ണുമായേൻ്റെ വാഹനം പോത്താണ് കേട്ടോ. ഞാൻ ഇത് കണ്ടിട്ട് ആദ്യം നമ്മുടെ ശിവൻ്റെയൊക്കെ ഒരു നന്ദിനിയോ എന്തോ പേരില്ലേ, അതാണ് വിചാരിച്ച് പറഞ്ഞത്. അപ്പം എന്നോട് അതല്ല, അത് പോത്താണ്, വിഷ്ണുമായേൻ്റെ വാഹനം പോത്താണ് പറഞ്ഞു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി നല്ലോണം എന്താ പറയുക കാഴ്ചകൾ കണ്ടിട്ടോ. പ്രാർത്ഥിക്കാനല്ല തോന്നുന്നത്, സത്യം ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാനാണ്. അങ്ങനെ വീഡിയോ എടുക്കണത് കണ്ടിട്ട് അവരൊന്നും പറയണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോ എടുക്കണത് കുഴപ്പമൊന്നുമില്ല. കാരണം ഇതൊക്കെ നല്ലോണം യൂട്യൂബിൽ എല്ലായിടത്തും നല്ലോണം പബ്ലിഷായ അമ്പലങ്ങളല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വീഡിയോ ഒക്കെ എടുത്ത് ഇനി ഇവിടുന്ന് നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇനി നല്ല അത്യാവശ്യം വെയിലായിട്ട് രാവിലെ ഒരു 9:30 ആയിട്ടേ ഉള്ളൂ, എന്നാലും വെയിലായി തുടങ്ങി. രാവിലെ നല്ല തണുപ്പത്താണ് വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത്. അത് കാരണം ഈ വെയിൽ കണ്ടപ്പോൾ ഒരു സുഖം കേട്ടോ. വീട്ടിൽ നിന്ന് 5:30 ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ, അവിടെ നേരത്തെ എത്താൻ വേണ്ടിയിട്ടോ. പിന്നെ രാവിലത്തെ വെയിലും ഒന്ന് കുറഞ്ഞിട്ടല്ലോ വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇവിടെയും തൊഴുത് വണ്ടീൻ്റെ അടുത്തേക്ക് പോവാട്ടോ. അപ്പോൾ വീണ്ടും വരുമ്പം വ്ളോഗൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ മനസ്സിലായിട്ടോ വീഡിയോ എടുക്കുകയാണ് എന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം കൂടി ഉണ്ട്. എല്ലാവരും ഇവിടെ വന്നു പോയത് രജനീകാന്ത്, ഖുഷ്ബു, ജയറാം, മോഹൻലാൽ, മമ്മൂട്ടി, പിന്നെ ഈ പാട്ടുകാർ ചിത്ര, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു പോയതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പം അതിലേറെ സന്തോഷം കേട്ടോ. അത്രയും സെലിബ്രിറ്റീസൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നു പോകുക പറഞ്ഞാൽ വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ച് അങ്ങനെ എത്തിയത് വീണ്ടും ഒരു വിഷ്ണുമായേൻ്റെ അമ്പലത്തിലാട്ടോ. ഇത് കണ്ടപ്പം അതിലേറെ അത്ഭുതം എന്ന് പറയാലോ. അപ്പോൾ ഇത് വീണ്ടും ഈ അമ്പലത്തിലേക്ക് വന്ന് ഞാൻ ഇവിടേക്ക് ഒന്ന് വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചിട്ട് എല്ലാവർക്കും കാണാമല്ലോ. ഇവിടെയും അമ്മയും നന്ദുവൊക്കെ വന്നതാട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ പറഞ്ഞപ്പോൾ നന്ദു പറഞ്ഞു അമ്മ അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഈ കുളം അതിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം. അമ്പലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ അവിടുത്തെ തിരുമേനീൻ്റെ ഒക്കെ ഇതേപോലെ എന്താ പറയുക കൊട്ടാരം തന്നെ പറയുക അത്. അപ്പം അവിടെ കുറച്ച് നേരം ഇങ്ങനെ
വ്ളോഗൊക്കെ എടുത്തിട്ടാട്ടെ പിന്നെ ഞാൻ ഉള്ളിലേക്ക് കയറിയതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴും വല്ലാത്തൊരു വൈബാട്ടോ, കാണാൻ എന്തൊരു രസമാണെന്നാ അറിയോ. അപ്പോൾ ഇതാ പുറത്തൊരു വിഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ മുന്നിൽ നിന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ സിനേട്ട പറഞ്ഞു അതിൻ്റെ മുന്നിൽ നിന്ന് എടുക്കല്ലേ, അതിൻ്റെ ശ്രദ്ധ എന്താ പറയുക, ആ ഒരു വിഗ്രഹത്തിൻ്റെ നോട്ടം എന്ന് പറയുന്നത് സൈഡ് ഭാഗത്തേക്കാണ്. അപ്പോൾ അവിടെ നിന്നിട്ടാട്ടെ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അങ്ങനെ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ, ആളുകൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് തൊഴാനായിട്ടൊന്ന് നടക്കുകയാണ്. നമ്മളിവിടുത്തെ അമ്പലത്തിലെ പോലെയൊന്നുമല്ല കേട്ടോ, ഇവിടെയുള്ള എല്ലാ അമ്പലത്തിലും പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് കയറാം. അപ്പം അത് തന്നെ വലിയൊരു കാര്യം കേട്ടോ, അതിൻ്റെ ഉള്ളിൽ കയറിയാന്നും പറയില്ല. അപ്പോൾ ഈ വിഷ്ണുമായൻ്റെ അമ്പലത്തിൻ്റെ 2 സൈഡിലും വലിയ എന്താ പറയുക പോത്തിൻ്റെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അടുത്തൊക്കെ നിന്ന് ഞാൻ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തണേ. ആ ഫോട്ടോ ഒക്കെ ഞാൻ ഇനി പോസ്റ്റ് ഇടുമ്പോൾ എല്ലാവർക്കും കാണാം കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഉള്ളിലേക്ക് കയറി, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടേനി കേട്ടോ. അവിടെ കയറി പ്രാർത്ഥിച്ച് ഇറങ്ങി പോന്ന്. അങ്ങനെ വരുമ്പോഴാണ് മഞ്ജു വാര്യരുടെ വീട് കണ്ടത്. അപ്പോൾ ഈ നേരെ കാണിച്ച മഞ്ജു വാര്യരുടെ വീടാട്ടോ. അതുവഴി പിന്നെ ഇതാ കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോരുക കേട്ടോ. പാടമൊക്കെ പൂത്ത് വിളഞ്ഞ് നിൽക്കണത്, പിന്നെ നെല്ലൊക്കെ ആയ പാടങ്ങളുണ്ട്. പിന്നെ ഞാൻ ഒരുപാടൊന്നും വീഡിയോ പാടങ്ങൾ എടുത്തില്ല കേട്ടോ, എല്ലാവരും കാണുന്നതല്ലേ. അതിൻ്റെ ഇടയിൽ കൂടിയാണ് മഞ്ജു വാര്യരുടെ വീട് കണ്ടതും. പിന്നെ പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുത്തതാട്ടോ, അതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെയാണല്ലോ പുള്ളുപാടം എന്ന് പറയുന്നത്, താമരപ്പാടം. അപ്പോൾ അതൊക്കെ ഈ വഴി പോണ വഴിയാട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വണ്ടി പോണ കാഴ്ചയിലൊക്കെ ഒന്ന് കണ്ട്, ഒരു പാടം നിറയെ താമര വിരിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു പാടത്തുനിന്ന് താമരയൊക്കെ വെട്ടി മാറ്റിയാണ്. അപ്പം കുറേ മുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട്. പിന്നെ നിർത്തി കാണാനുള്ളൊരു സമയമൊന്നും ഇല്ല കേട്ടോ. നിർത്തി കാണാമെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്കൊന്ന് നോക്കണമെങ്കിൽ തന്നെ അതിലേക്ക് വീണ് പോകും എന്നുള്ള പോലെ റോട്ടുമെന്ന് പാടത്തിലേക്കുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ഇവിടെ ഉള്ള സീനറികളൊക്കെ ഒന്ന് ഇങ്ങനെ വീഡിയോ പിടിക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഇവിടെ നിർത്തി. അമ്മ പറഞ്ഞു ഞങ്ങൾ വേറെ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം നിർത്തിയിട്ടൊന്ന് ഇറങ്ങിയതാട്ടോ. കാരണം കുറേ നേരം ഇരിക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇറങ്ങി നിന്നിട്ടൊക്കെ പോവാം. അങ്ങനെ അപ്പോൾ ഇതൊരു 3-4 സ്ഥലത്തായി ഇങ്ങനെ ഇറങ്ങി നിൽക്കണത്. കുറേ ദൂരം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ വലിയ കുഴപ്പം വരില്ല. തുടർച്ചയായി പോയോണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി പിന്നെ വീണ്ടും ഇങ്ങനെ യാത്ര പോകണം. അപ്പോൾ അതാ ഇവിടെ നല്ല അടിപൊളിയായിട്ട് എന്തോരം ഭംഗിയാണ് കാണാനായിട്ട്, ഒരു അത്ഭുതം തന്നെയാട്ടോ അവിടെയൊക്കെ. അങ്ങനെ ഞങ്ങളിവിടെ എത്തി ബൈക്കൊക്കെ വെച്ച് അമ്മനെ കാത്തിരിക്കട്ടെ. അമ്മ അങ്ങോട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്കൊക്കെ പോയി വരുമ്പോഴേക്ക് നേരം വൈകും. അപ്പോൾ അമ്മ അവിടേക്ക് വന്ന് ഞങ്ങൾ ഇതാ ഡോക്ടറെ കാണിക്കാൻ പോണതിൻ്റെ മുന്നേ അമ്മയ്ക്കൊരു ചായ വേണം പറഞ്ഞപ്പോൾ വെറും ചായ മാത്രം മതി പറഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറുക കേട്ടോ. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചതാണ്, എന്നാലും സിനേട്ടൻ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്നൊക്കെയൊരു ചായ കാലിച്ചായ മതി പറഞ്ഞു. അങ്ങനെ ഒരു കാലിച്ചായ കുടിക്കാൻ വേണ്ടി കയറി. അപ്പം ഞാനും സിനേട്ടനും ഓരോരോ ലൈമും ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. വെള്ളത്തിന് ദാഹം ഉണ്ടല്ലോ, അപ്പോൾ ഓരോരോ ലൈം. അപ്പം എന്നോട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സത്യം പറയിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല തൃശ്ശൂർ ഭാഷ. അമ്മയ്ക്ക് കുറച്ച് കൂടുതൽ കട്ടിയുണ്ട്, സിനേട്ടൻ പറയുന്ന പോലെ അല്ലേ, അമ്മൻ്റെ ഭാഷ തീരെ മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ എന്താ സംഭവം എന്നുള്ളത് ആൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഇതിലേക്ക് തന്നെ നോക്കിയിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ലൈമും ചായയും പറഞ്ഞിട്ട് കുറേ നേരമായി, സംഭവം എത്തിയില്ല. അവിടെ ഒരു ചേച്ചിയാണ് ചായ ഉണ്ടാക്കണതും ലൈം ഉണ്ടാക്കണതൊക്കെ. അപ്പം കുറച്ച് സാവകാശം. അങ്ങനെ ഞാൻ ഒരു ലൈം കുടിച്ച്. അതിൻ്റെ മുന്നേ ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടേനിട്ടോ, കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഒന്നും തിന്നിട്ടില്ലേനി. അപ്പം തൃശ്ശൂർ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടേനിട്ടോ. അപ്പോൾ എന്താ പറയുക, അമ്മ വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ഞങ്ങൾ ചായ കുടിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഈ ലൈം വേണ്ട, എന്നാലും അമ്മ ചായ കുടിക്കുമ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ വെച്ചിട്ട് ഒരു ലൈം കുടിച്ച്. പിന്നെ അത് അമ്മനെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ അടുത്ത് തന്നെ കേട്ടോ ദയാ ഹോസ്പിറ്റൽ, അവിടെയൊക്കെ ഡോക്ടറെ അടുത്ത് കാണിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന് അമ്മനെ വീട്ടിലേക്കും പറഞ്ഞയച്ച്. വീട്ടിൽ ഞങ്ങൾ പോയിട്ടില്ല, കാരണം ഇനി ഇങ്ങോട്ട് എത്താൻ നേരം വൈകും. അപ്പോൾ സിനേട്ടൻ പറഞ്ഞു നമുക്ക് നേരെ പോവാം, പിന്നീട് ഒരിക്കൽ വരാം, എന്തായാലും എന്തെങ്കിലും ഒരിക്കൽ വരുമല്ലോ. അങ്ങനെ അമ്മനെയൊക്കെ കാണിച്ച്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, കാരണം ഇവിടെ വീഡിയോ ഒന്നും വല്ലാതെ അലൗഡും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. പിന്നെ നമുക്ക് അറിയാതെ ഹോസ്പിറ്റലിലൊക്കെ പോയി വീഡിയോ എടുക്കണ്ടല്ലോ ചോദിച്ചു. നമ്മുടെ നാടാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പം വരുന്ന വഴി കുന്നംകുളം വഴി ഇങ്ങനെ വരുമ്പോഴാണ് കേട്ടോ നല്ലൊരു കാഴ്ച. ആനയൊക്കെ നെറ്റിപ്പട്ടൊക്കെ കിട്ടി. ഇവിടെ എന്തോ ദേശത്തിൻ്റെ എന്തോ പൂരം നടക്കുക കേട്ടോ, നല്ല ഭംഗിയിട്ടാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ വണ്ടിയിൽ കൂടെ വരുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ സിനേട്ടൻ പറഞ്ഞു വണ്ടിയിൽ നിന്ന് എടുക്കണ്ടേ, കുറച്ച് നേരം ഇവിടെ ഇറങ്ങി നിന്നാൽ പോരെ, എന്നാൽ നല്ല വീഡിയോ എടുക്കാമല്ലോ പറഞ്ഞു. അങ്ങനെ ഇവിടെ ഇറങ്ങി വീഡിയോ എടുക്കാൻ വിചാരിച്ച്. നല്ല രസം കേട്ടോ കാണാൻ. എനിക്ക് ഇങ്ങനെ ആനേനെ കാണുമ്പോൾ ഞാൻ ആദ്യമായിട്ടോ ഇത്രത്തോനെ ആനേനെ കാണുന്നത്. എല്ലാവരും ചോദിക്കും ആനേനെ കണ്ടിട്ട് എന്താ അത്ര അത്ഭുതം, പക്ഷേ ഇത്രത്തോനെ ആനേനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തൃശ്ശൂർ പൂരമൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞാൻ അതൊക്കെ കണ്ട് ഉഷാറായിട്ട് വ്ളോഗൊക്കെ എടുത്തതാട്ടോ. ഞാനിത് വീഡിയോ എടുത്തത് പല ഐറ്റംസ് രീതിയിലായിട്ടാണ്, അതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. അത് വ്ളോഗ് എന്തോ ഈ വീഡിയോ മൊത്തം വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതൊന്നുമല്ല. അപ്പം ഞാൻ കിട്ടിയ കാഴ്ചകളൊക്കെ വീഡിയോ എടുത്തതേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ ആനേനൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നോക്കി നിന്ന്. അപ്പം നേരെ നോക്കുമ്പോൾ ആ അമ്പലം കണ്ടിട്ടോ, അമ്പലത്തിലുണ്ട് ആനകൾ, പക്ഷെ അങ്ങോട്ടേക്കൊന്നും പോയില്ല കേട്ടോ. നല്ല തിരക്ക്, റോഡ് മുതൽ നോക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ ഉള്ളിലേക്കുള്ള തിരക്ക്. അങ്ങനെ ഇവിടെ പഞ്ചവാദ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആനേനെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുക കേട്ടോ. ഇവിടെ റോട്ടുമ്മൽ ആൾക്കാർ ഒരുപാട് നോക്കിക്കണമൊക്കെ ഉണ്ട്. ഇത് പിന്നെ അമ്പലത്തിലേക്ക് എഴുന്നള്ളും തോന്നുന്നുണ്ട് കേട്ടോ. അതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല. തൃശ്ശൂർ ഭാഗത്തേക്ക് നല്ല പൂരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമല്ലേ അല്ലേ. നമുക്ക് പിന്നെ പോകാൻ പറ്റാത്തടത്തോളം ഉള്ളൂ കേട്ടോ. ഇഷ്ടംപോലെ പരിപാടിയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നായക്കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റണില്ല. സംഭവം അതാട്ടോ. മോനാണെങ്കിൽ കോളേജും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടേ ഓനങ്ങോട്ട് പോകും. പിന്നെ ഇറ്റിങ്ങൾക്ക് ഭക്ഷണം കാര്യം അത് നടക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും നമുക്ക് പോകാനും കഴിയില്ല. അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വ്ളോഗും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി. അപ്പോൾ ഇത് വേറെ ടീമിൻ്റെ പഞ്ചവാദ്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നല്ല റെഡ് കളറ് അലങ്കാരങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ അവിടെ നിന്ന് പോവാം കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് കിട്ടാം. ഒരുപാട് നേരം അവിടെ നിൽക്കാനുള്ള സമയമൊന്നുമില്ല. കാരണം സിനേട്ടൻ പറയുന്നുണ്ട് നേരത്തെ എത്തി അത്രയും നല്ലതല്ലേ, കുറച്ച് നേരം ഒന്ന് കിടക്കുകയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ അതാ ഒരുപാട് കാഴ്ചകളൊക്കെ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക്. ഇനി ഒരു സോഡാ സർബത്ത് കുടിക്കണം പറഞ്ഞു. ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പോൾ ഒരു സോഡാ സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വഴി ഇറങ്ങിയതാണ്. ഇത് ഏതാ സ്ഥലം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ സിനേട്ട അവരോട് വഴിയൊക്കെ ചോദിക്കുന്നുണ്ട്, ഏതിലെ തിരിഞ്ഞാൽ അങ്ങോട്ട് കയറാൻ പറ്റും. കാരണം പല പല വഴികളിലൂടെയാണ് വരുന്നത്. ഓരോ വഴികൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടണേ. അപ്പോൾ എല്ലാവരോടും ബൈ, സീ യു കൂട്ടുകാരെ.